ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആനയിറങ്കലിന് സമീപം ശങ്കരപാണ്ഡ്യൻമെട്ടിൽ അനധികൃത റോഡ് നിർമ്മാണം സജീവം. നിർമ്മാണം നടത്തുന്നത് റവന്യൂ വകുപ്പിന്റെ നിർത്തിവെക്കൽ ഉത്തരവ് ലംഘിച്ച അനധികൃത നിർമ്മാണത്തിന് പിന്നിൽ ചൊക്രമുടി കയ്യേറ്റ മാഫിയ. റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത് റോഡ് നിർമ്മാണം സർക്കാർ പുറമ്പോക്ക് ഭൂമിയിലൂടെയെന്ന സംശയത്തെ തുടർന്ന് അടിയന്തര നടപടി ആവശ്യപ്പെട്ട പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള റവന്യൂ മന്ത്രിക്കടക്കം പരാതി നൽകി. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ശങ്കരപാണ്ഡ്യൻമെട്ടിലെ പട്ടയഭൂമിയുടെ മറവിൽ പഞ്ചായത്തിൽ നിന്നോ വില്ലേജിൽ നിന്നോ ഒരുവിധ അനുമതിയും വാങ്ങാതെ ചെങ്കുത്തായ കുന്നിടിച്ചു നിരത്തി റോഡ് നിർമ്മാണം ആരംഭിച്ചത്. ഇതു സംബന്ധിച്ച മാധ്യമ വാർത്തകൾ പുറത്തുവന്നതോടെ നിർമ്മാണം താൽക്കാലികമായി നിർത്തിയിരുന്നു. എന്നാൽ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നിലവിൽ റോഡ് നിർമ്മിച്ചിരിക്കുന്നതിന്റെ എതിർവശത്തു നിന്നും JCB ഉപയോഗിച്ച റോഡ് നിർമ്മാണം നടത്തി. നിർമ്മാണം ശ്രദ്ധയിൽപ്പെട്ടതോടെ രാജകുമാരി വില്ലേജ് ഓഫീസർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുവാൻ ഉത്തരവ് നൽകി. കഴിഞ്ഞ 28-ാം തീയതിയാണ് നിർത്തിവെക്കൽ ഉത്തരവ് നൽകിയത്. ഇതും നിലനിൽക്കെയാണ് ഇപ്പോഴും നിർമ്മാണം സജീവമായി നടക്കുന്നത്. നാലു പേരുടെ പേരിലുള്ള സ്ഥലത്തുകൂടിയാണ് നിർമ്മാണം. അതിനാൽ 4 പേർക്കും സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട്. റോഡ് നിർമ്മിക്കുന്നതിനു സമീപം സർക്കാർ പുറമ്പോക്ക് ഭൂമിയുണ്ടെന്നും റോഡ് നിർമ്മാണം സർക്കാർ ഭൂമിയിലൂടെയാണോ എന്നത് വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും സ്റ്റോപ്പ് മെമ്മോയിൽ വ്യക്തമാക്കുന്നു. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള മേഖലയിലെ അനധികൃത നിർമ്മാണം തടയണമെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉദ്യോഗസ്ഥ ഒത്താശയുമുണ്ടെന്നും ആരോപിച്ച പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരളയും രംഗത്തെത്തി. വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൾബേന്ദ്രൻ റവന്യൂ മന്ത്രിക്കടക്കം പരാതി നൽകി. ഇപ്പോൾ വീണ്ടും അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവർ താഴേന്ന് വഴിവെട്ടി ഉയർന്ന ഏറ്റവും ഉയരത്തിലേക്ക് വരെ ഹിറ്റാച്ചി 2 ഹിറ്റാച്ചി ഉപയോഗിച്ച് വഴിവെട്ടി നാട്ടുകാരെ അറിയിച്ചതനുസരിച്ച് ഞങ്ങളിവിടെ വന്ന് പരിശോധിക്കുകയുണ്ടായി. ഇവിടെ വലിയ മഴ പെയ്യുമ്പോൾ ഉരുൾപൊട്ടി താഴേക്ക് വന്ന് മഞ്ഞക്കുഴി ഭാഗത്തുള്ള ആദിവാസികളടക്കമുള്ളവരുടെ വീടും ആളുകളെല്ലാം മൂടിപ്പോകാൻ സാധ്യതയും കൂടെയുണ്ട്. അപ്പോൾ ഇത് ആവർത്തിച്ച് ചൊക്രമുടിയിൽ കയ്യേറി അതേ കയ്യേറ്റ മാഫിയ അടിമാലി കേന്ദ്രീകരിച്ചുള്ള ആൾ തന്നെയാണ് ഇവിടെയും കയ്യേറിയിരിക്കുന്നത്. അപ്പോൾ ഇയാൾക്കൊക്കെ ഇതിന് ധൈര്യം കൊടുക്കുന്നത് ഇവിടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥർ തന്നെയാണ്. കാരണം റവന്യൂ ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ നമ്മുടെ ഇവിടെയുള്ള ഇതുപോലെയുള്ള മലകൾ സർക്കാർ ഭൂമികൾ ഒന്നും ആരും കയ്യേറുകയില്ല. പക്ഷേ അവർ നിയന്ത്രിക്കുക ഇവരെ മറ്റുള്ള ആളുകൾ ഇത് പിടിക്കുന്നവരെയാണ് അവർക്ക് ശത്രുത. ഇത് ചൂണ്ടിക്കാണിക്കുന്നവരാണ് ഇവരുടെ കറവപ്പശുവാണ് കയ്യേറ്റക്കാർ. കുത്തനെയുള്ള കുന്നിടിച്ചു നിരത്തിയുള്ള നിർമ്മാണം മഴക്കാലത്ത് വലിയ മണ്ണിടിച്ചിലിനടക്കം വഴിയൊരുക്കുമെന്നും നിർമ്മാണം തടയണമെന്നും ഗ്രീൻ കെയർ കേരള ആവശ്യപ്പെട്ടു. അതേസമയം റോഡ് നിർമ്മാണം നടത്തിയതിന്റെ മലയടിവാരത്തുള്ള ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുമുണ്ട്. സിറ്റി വിഷൻ പൂപ്പാറ. വിവരങ്ങളുമായി സന്ദീപ് രാജക്കാട് ചേരുന്നു. സന്ദീപ്, റവന്യൂ വകുപ്പിന്റെ സ്റ്റോപ്പ് മെമ്മോ പോലും വകവയ്ക്കാതെയാണ് ഇപ്പോൾ വീണ്ടും റോഡ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥ ഒത്താശയുണ്ടെന്ന ആരോപണവും ഗ്രീൻ കെയർ കേരള ഉന്നയിക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? വിഷ്ണുപ്രിയ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും ശങ്കരപാണ്ഡ്യൻമെട്ടിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുന്നതിന്റെ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള മലമുകൾ ഇടിച്ചു നിരത്തി JCB അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഇടിച്ചു നിരത്തി ചെങ്കുത്തായ പ്രദേശത്ത് റോഡ് നിർമ്മിച്ചുള്ള ആ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ പരിസ്ഥിതി പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു. തൊട്ടു പിന്നാലെ മാധ്യമ വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചു നാളത്തേക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള മേഖലയിൽ JCBകൾ ഉപയോഗിച്ച് മണ്ണിടിച്ചു നിരത്തി ചെങ്കുത്തായ മലയിലൂടെ താഴേക്ക് റോഡ് നിർമ്മാണം സജീവമായി നടക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2ാം തവണ നടക്കുമ്പോൾ അത് റവന്യൂ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുകയും രാജകുമാരി വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തിരുന്നു. ഈ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത് 4 പേർക്കാണ് നൽകിയിരിക്കുന്നത്. ഈ 4 പേരുടെ ഭൂമിയിലൂടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നായിരുന്നു ആദ്യം കണ്ടെത്തിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റോപ്പ് മെമ്മോ നൽകുന്നത്. സ്റ്റോപ്പ് മെമ്മോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതായത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ
നടത്തുന്നതിന്റെ ഭാഗത്തായിട്ട് റവന്യൂ പുറമ്പോക്ക് ഭൂമികൾ ഉണ്ട്. ആ റവന്യൂ പുറമ്പോക്ക് ഭൂമിയിലൂടെയാണോ ഈ റോഡ് നിർമ്മാണം നടത്തുന്നത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ട സാഹചര്യം നിലനിൽക്കുന്നു. അത് സർവേയർ വന്ന് പരിശോധന നടത്തി കണ്ടെത്തേണ്ട സാഹചര്യം നിലനിൽക്കുന്നു. അതിനാൽ ഇനി നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാൻ പാടില്ല എന്ന് വ്യക്തമായി എഴുതിയാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. ഈ സ്റ്റോപ്പ് മെമ്മോ കൈപ്പറ്റിയിരിക്കുന്നതും ഒരു വ്യക്തി തന്നെയാണ്. 3-4 പേർക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് നമുക്കറിയാം. ചൊക്രമുടിയിലെ കയ്യേറ്റ വിഷയവുമായി ഉയർന്നു വന്നിട്ടുള്ള പേരുകൾ തന്നെയാണ് ഇവിടെയും ഉയരുന്നത്. സിബി എന്ന വ്യക്തിയുടെ പേരിലാണ് ഈ സ്റ്റോപ്പ് മെമ്മോ കൈപ്പറ്റുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിന് ശേഷവും നിർമ്മാണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായ ഗുരുതരമായ ആരോപണം പരിസ്ഥിതി പ്രവർത്തകരടക്കം ഉന്നയിക്കുന്നത് ഈ ഉദ്യോഗസ്ഥ ഒത്താശയില്ലാതെ ഇത്തരത്തിലൊരു നിർമ്മാണ പ്രവർത്തനം തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കില്ല. അത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതിൻ്റെ പിന്നിൽ വലിയ രീതിയിലുള്ള കയ്യേറ്റ മാഫിയ തന്നെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ശങ്കരപാണ്ഡ്യൻ മെട്ടിനെ ടൂറിസവുമായി ബന്ധപ്പെട്ട സാധ്യതകളെ മുൻനിർത്തിയാണ് ഇത്തരത്തിലുള്ള ഒരു അനധികൃത നിർമ്മാണങ്ങളും അവിടെ റവന്യൂ ഭൂമിയുണ്ടെങ്കിൽ അതിലേക്കുള്ള കയ്യേറുവാനുള്ള ഒരു നീക്കവും നടക്കുന്നത്. അടിയന്തരമായി ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് പരിസ്ഥിതി പ്രവർത്തകർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും റവന്യൂ വകുപ്പ് ഒരു നോട്ടീസ് നൽകി നടപടികൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അതിനപ്പുറത്തേക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ടോ എന്ന് വിലയിരുത്തുന്നതിനോ ഇല്ലെങ്കിൽ നിരീക്ഷിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥ ഒത്താശയിലാണ് ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഗുരുതരമായ ആരോപണം പരിസ്ഥിതി സംഘടനയായി ഗ്രീൻ കേരള മുന്നോട്ട് വെക്കുന്നതിനോടൊപ്പം തന്നെ ഇടുക്കി ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ റവന്യൂ വകുപ്പ് മന്ത്രിക്കും അടക്കം പരാതിയും നൽകിയിട്ടുണ്ട്. തുടർ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത് ഈ റോഡ് നിർമ്മാണം നടത്തിയിരിക്കുന്നതിൻ്റെ മലയടിവാരത്ത് വലിയ രീതിയിലുള്ള ആളുകൾ താമസിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഉന്നതികളുണ്ട്. ഇവിടേക്കൊക്കെ ഈ മഴക്കാലം സജീവമാകുമ്പോൾ ഈ കുന്നിൻ മുകളിൽ ഈ നിർമ്മാണ പ്രവർത്തനം നടത്തിയിരുന്ന ഭാഗത്ത് വലിയ മണ്ണിടിച്ചിലിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത് വലിയ ദുരന്തത്തിലേക്ക് എത്തുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ തന്നെ അല്പ ദിവസത്തേക്ക് മാത്രം നിർത്തിവെക്കുകയും പിന്നീട് ഇത് പുനരാരംഭിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട്. മറ്റൊന്ന് പഞ്ചായത്ത് ശാന്തൻപാറ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ്. പഞ്ചായത്തിൻ്റെ ഒരുവിധ അനുമതിയും ഇതുവരെ വാങ്ങിയിട്ടില്ല, നൽകിയിട്ടുമില്ല. റവന്യൂ വകുപ്പിൻ്റെയും അനുമതിയില്ല. ഒപ്പം തന്നെ സ്റ്റോപ്പ് മെമ്മോ നിലനിൽക്കുന്നു. അതും അവഗണിച്ചുകൊണ്ടാണ് തകൃതിയായി ഇത്തരത്തിൽ ഒരു റോഡ് നിർമ്മാണം കുന്നിടിച്ച് നിരത്തി നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അടിയന്തരമായി ഒരു ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായിരുന്നാലും ഗ്രീൻ കേരള ഇതുമായി ബന്ധപ്പെട്ട് ഒപ്പം തന്നെ അവിടുത്തെ നാട്ടുകാർ ഈ മലയടിവാരത്തുള്ള നാട്ടുകാരടക്കം ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുന്നതിനടക്കമുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. വിഷ്ണുപ്രിയ.